കൊണ്ടുപോകാനുള്ളതുകൊണ്ട് നമ്മളിത് കുലുക്കി കുറച്ച് പറിച്ചെടുത്തും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോകും. സാധാ ഒരു ചായ, അതൊരു പലഹാരപ്പെട്ടി, അത് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഇതിലെന്തെങ്കിലും ഉണ്ട്, മെയിനാണ് നമ്മൾ ഈ കൊയിലപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് പിന്നെ നമുക്ക് കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളായിട്ട് പലഹാരമൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നാസ്ത കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പത്തലും ബീഫൊക്കെ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് പോകുന്നത് തറവാട് നന്നാക്കാനാട്ടോ. തറവാട്ടിൽ 4 മാസമായിട്ട് ആരും നിൽക്കുന്നില്ല. അപ്പോൾ തറവാടാകെ കാട് പിടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തിൽ പോയതാണ്. അപ്പം കയറിയ പാട് പറമ്പിലേക്കാ നോട്ടം. മാങ്ങ പഴുത്ത് നിൽക്കുന്നുണ്ട്, പച്ചമാങ്ങ ഉണ്ട്, കുരുമുളക് കാലിയായിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല മുരിങ്ങക്കായ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ചക്ക ഉണ്ട്, വാഴക്കൊല ഉണ്ട്, മധുരക്കിഴങ്ങുണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനെ കുറേ കാര്യമുണ്ട്. പിന്നെ വീട് ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ വിളവെടുപ്പ് തുടങ്ങി കേട്ടോ. നല്ല പുളിയമാങ്ങ എന്ന് വെച്ചാൽ ഭയങ്കര പുളിയമാങ്ങാണ്. അതിൽ പഴുത്തിട്ടും ഇത് നമുക്ക് പൊളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല. മരത്തിൽ നിന്ന് പഴുത്തതാട്ടോ, അത്രയും പുളിയമാങ്ങ. പിന്നെ ഇതാ കുറച്ച് കോവയ്ക്കൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് വിളവെടുപ്പ് തുടങ്ങി കേട്ടോ. ശരിക്കും 4 മാസമായിട്ട് തിരിഞ്ഞ് നോക്കാത്തതാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് വിളവ് കിട്ടി. ഈ ഭൂമി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം കേട്ടോ. ഇതാ ഈ മുറ്റടിക്കൽ ഈ വെയിലും കൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്. ഈ ഇങ്ങനെ സ്വാപ്പ് ചെയ്യുമ്പോൾ ക്ലീൻ ആവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ റിയലാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ആക്കിയാൽ വീട് വൃത്തിയായില്ലേ. പിന്നെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ കേട്ടോ മെയിനായിട്ട് കുറേ ഉണ്ടായിരുന്നു. കുറച്ച് എടുത്തിട്ടുള്ള ഈ വെയിലിൻ്റെ ചൂടിൽ നമുക്ക് പറിച്ച് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിളവിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് മുകളിലേക്ക് പൊന്തിക്ക് എടുക്കുന്നുണ്ട് ഇതിന് കുറേ. ഞാൻ അതും കുറച്ചെടുത്തു. പിന്നെ എല്ലാം നമ്മൾ ഇങ്ങനെ ഒരുക്കി വെക്കാൻ തുടങ്ങി. വാഴക്കൊല, മുരിങ്ങക്കായ്, കോവയ്ക്ക, ചക്ക, അങ്ങനെ കുറേ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഓൾമോസ്റ്റ് പഴുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ച അയച്ച് കൊണ്ടുവന്ന നമ്മൾ അയൽവാസികൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ചക്ക, മാങ്ങ, അങ്ങനത്തെ നാടൻ സാധനമൊക്കെ അവർ കൊണ്ടുവരും. ഇതൊന്നും നമുക്കങ്ങനെ കിട്ടാത്തത് കൊണ്ട് നല്ല തണുത്ത ഒരു ജഗ് വത്തക്ക ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ നീര് കളഞ്ഞിട്ട് മാങ്ങ മാത്രം എടുത്ത് അത് അവിടെ നിന്നേ കഴിച്ചു തുടങ്ങി ഓരോന്നായിട്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പുഴയിലേക്ക് പോയിനെ. അപ്പോഴാണ് ഇതൊരു പുളിയാണ്, ചക്കപ്പുളി എന്ന് പറയും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള പുളിയാണ്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വേറെ തന്നെ, പക്ഷേ പുളിയാണ് വേറെ ടേസ്റ്റില്ല. പിന്നെ പുഴ കാണാൻ വന്നു. പുഴയിൽ ചൂട് വെള്ളമൊന്നുമില്ല, വെയിലതിനോട് വറ്റി തുടങ്ങി. പിന്നെ അവിടുത്തെ നീരാട്ടൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയുള്ള പാക്കിങ് തുടങ്ങി. കാണുന്നതൊക്കെ എടുക്കാനല്ലോ. പൈനാപ്പിൾ എടുത്തു, പറമ്പെന്ന് പറിച്ചതാണ്. പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല എടുത്ത് യാത്ര തുടങ്ങി. പിന്നെ ഓരോ ചായയും സ്നാക്സൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചാണ് പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ നിർത്തി ഇങ്ങനെ കപ്പിയും ചിക്കനും ഇട്ട മിക്സ് അത് കുറച്ച് കഴിച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് പിന്നെ ഒരു നീണ്ട ഉറക്കമായിരുന്നു. ഭയങ്കര ടയർഡായിരുന്നു. ഈ വെള്ളത്തിലൊക്കെ കഴിച്ചാൽ ഭയങ്കര ക്ഷീണമാണല്ലോ. അത് കഴിച്ചു. പിന്നെ അങ്ങ് നാട്ടിലെത്തി ഒരു തട്ടുകടയിൽ കയറി. അവിടുന്ന് ഒരു ദോശ സെറ്റും കഴിച്ച് ഓംലേറ്റും കഴിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ നേരം വൈകി എണീറ്റുകൊണ്ട് ഈ സാധനങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളെല്ലാവർക്കും കൂടി കൊണ്ടുവന്നതാണ് കേട്ടോ. ചക്കൊക്കെ പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് നല്ല കരിമ്പ് ജ്യൂസും കുറച്ച് സ്നാക്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി.